സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഐ ആം നോട്ട്. ലോകത്തെ മേൽകീഴ് മറിക്കാൻ പോകുന്ന പവറാണ് ഗോസ്പൽ. ഇറ്റ് ഈസ് എ പവർ ദാറ്റ് ഈസ് ഗോയിങ് ടു ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. പവർ. ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിലാണ് നമ്മുടെ വചന പഠനം. റോമാലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിലാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 11 വരെയാണ് ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് നീതീകരണത്തിന്റെ ഫലങ്ങൾ. പറയാമോ? നീതീകരണത്തിന്റെ ഫലങ്ങൾ. നീതീകരിക്കപ്പെട്ടതെങ്ങനെയാണ്? വിശ്വാസം വഴി. വെരി ഗുഡ്. വിശ്വാസം വഴി. റോമർ 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക്. അപ്പോൾ നാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, ദൈവം തരുന്ന കൃപകൾ, സ്വർഗീയ ദാനങ്ങൾ, ഇതാണ് ഈ അധ്യായം ചർച്ച ചെയ്യുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ പല കാര്യങ്ങളും കണ്ടു. ഒന്ന്, ദൈവവുമായി സമാധാനം. ഉറക്കെ പറയുക. നീതീകരിക്കപ്പെട്ട ഒരു ആത്മാവിന് ദൈവം തരുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തേത് ദൈവവുമായി സമാധാനം. മറ്റൊന്ന് നമ്മൾ കണ്ടത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കണ്ട മറ്റ് നീതീകരണത്തിന്റെ ഫലങ്ങൾ. വിശ്വാസം അല്ലേ? വിശ്വാസം. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അടുത്തത് ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പറയൂ. പ്രത്യാശ. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശ. അപ്പോൾ വിശ്വാസം, പ്രത്യാശ. അടുത്തത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം. സ്നേഹം കണ്ടോ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് മൂന്നും അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ദൈവിക പുണ്യങ്ങൾ എന്നാണ്. ദൈവിക പുണ്യങ്ങൾ, സൂപ്പർ നാച്ചുറൽ വെർച്യൂസ് ആണ് ഇത് ദൈവിക പുണ്യങ്ങളാണ്. ഈ ദൈവിക പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 3 കാര്യമില്ലാതെ ആത്മീയ ജീവിതം നയിക്കാൻ പറ്റില്ല. എന്തൊക്കെ വേണം? വിശ്വാസം വേണം, പ്രത്യാശ വേണം, സ്നേഹം വേണം. അപ്പോൾ വിശ്വാസം കിട്ടാൻ പ്രാർത്ഥിക്കണം, പ്രത്യാശ കിട്ടാൻ പ്രാർത്ഥിക്കണം, സ്നേഹം, ദൈവസ്നേഹം ഹൃദയത്തിൽ നിറയാനും പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും സ്നേഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെയുള്ള നിങ്ങൾക്ക് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? ജപമാല ചൊല്ലുമ്പോൾ അല്ലേ? പിതാവായ ദൈവത്തിന്റെ മകളായ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസം വന്ന പുണ്യം, ദൈവശരണം, ദൈവസ്നേഹം. അപ്പോൾ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും ഉപവിക്കും വേണ്ടി, സ്നേഹത്തിനും വേണ്ടി നമ്മൾ എല്ലാ ജപമാലയിലും പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് കൊന്ത ചൊല്ലുന്നത് ശീലമാക്കിയാൽ എന്ത് കിട്ടും? വിശ്വാസം കിട്ടും, പ്രത്യാശ കിട്ടും, സ്നേഹം കിട്ടും, ദൈവസ്നേഹം. ജപമാല ചൊല്ലുന്നവർക്ക് ഉറപ്പാണ് എന്തൊക്കെ ഉണ്ടാവും? വിശ്വാസം ഉണ്ടാവും, പ്രത്യാശ ഉണ്ടാവും, ദൈവസ്നേഹം ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കൽ പോലും ജപമാല മുടക്കരുത്. ഹല്ലേലൂയ. മനസ്സിലായി? പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കോ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ദിവസം ജപമാല ചൊല്ലി തീർക്കണം. അപ്പോൾ ജപമാല ചൊല്ലിയാൽ നമുക്ക് വിശ്വാസം കിട്ടും, പ്രത്യാശ കിട്ടും, സ്നേഹം കിട്ടും. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് പ്രത്യാശയും അതുപോലെ തന്നെ ദൈവസ്നേഹവും നമ്മളിൽ ദൃഢത പ്രാപിച്ചിരിക്കുന്നു. ഇനി ആ ദൈവസ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. 3 വാക്യങ്ങളിലാണ് അത് വിശദീകരിക്കുന്നത്. ആ 3 വാക്യങ്ങളിൽ നാം ബലഹീനരായിരിക്കെ, നാം പാപികളായിരിക്കെ, നാം ശത്രുക്കളായിരിക്കെ. പറയാമോ? നമ്മൾ ബലമുള്ളവരായിരിക്കുമ്പോഴല്ല ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. ബലമുള്ളവരായിരിക്കുമ്പോഴല്ല. നമ്മൾ ദൈവത്തോട് മിത്രങ്ങളായിരിക്കുമ്പോഴല്ല ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. നാം ശത്രുക്കളായിരിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾ നല്ലവരായിരിക്കുമ്പോഴല്ല ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. നാം പാപികളായിരിക്കും. അപ്പോൾ ബലഹീനരായിരിക്കുമ്പോൾ, പാപികളായിരിക്കുമ്പോൾ, ശത്രുക്കളായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് പറ. അതാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. എന്ത്? അത് കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സമ്മാനം തരും. ഉടനടി സമ്മാനം. എന്താണ്? അതായത് നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം ബലഹീനരായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മൾ ശത്രുക്കളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഇതിൽ നിന്ന് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലായി. നിങ്ങൾ മനസ്സിലാക്കണം, ഈ മനുഷ്യൻ ആരെയാണ് സ്നേഹിക്കുന്നത്? സ്നേഹിക്കാൻ കൊള്ളാവുന്നവരെ സ്നേഹിക്കത്തുള്ളൂ. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. നമ്മൾ സ്നേഹിക്കാൻ കൊള്ളാത്തവരെ ആരെയാണ് സ്നേഹിക്കുന്നത്? അതൊക്കെ നമ്മൾ ഒത്തിരി ആത്മീയ മസിൽ പിടിക്കാതെ അങ്ങനെയൊന്നും സ്നേഹിക്കാൻ പറ്റില്ല. ഒരു കൃപയിലല്ലാതെ നമുക്ക് സ്നേഹിക്കാൻ കൊള്ളാത്തവരെ. നിങ്ങൾക്ക് സ്നേഹം പരിശീലിക്കണോ? വേണോ? സ്നേഹം പരിശീലിക്കണോ?
നിങ്ങൾ നല്ല സ്നേഹമുള്ളവരായിട്ട് മാറണോ? പറ, വേണോ? ഇത് വേണ്ടായോ? വേണോ? വേണം. അപ്പം നിങ്ങൾ നല്ല സ്നേഹമുള്ളവരായിട്ട് മാറാൻ ഞാൻ നല്ലൊരു ടിപ്പ് തരികയാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ടിപ്പാണ്. സ്നേഹമുള്ളവരായിട്ട് മാറാൻ എന്താണ്? ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്തവരെ സ്നേഹിച്ചു തുടങ്ങുക. നല്ല ടിപ്പല്ലേ? ഒട്ടും കണ്ടാ കാർക്കിച്ച് തുപ്പാൻ തോന്നുന്നവരെ സ്നേഹിച്ചു തുടങ്ങുക. മനസ്സിലായോ? എന്ന് നമ്മളെ നോക്കി പ്രാകുന്ന അയൽവക്കക്കാരനെ നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ഭക്ഷണം കൊടുത്തു വിടുക. ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്ത ഭാര്യയെ, ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്ത ഭർത്താവിനെ സ്നേഹിക്കുക. അപ്പോൾ സ്നേഹിക്കാൻ കൊള്ളാത്തവരെ സ്നേഹിക്കാൻ പറ്റുന്നതാണ് സ്നേഹം. ബാക്കി എല്ലാത്തിനെയും വിളിക്കുന്ന പേര് ഇഷ്ടം എന്നാണ്. എന്ത്? ഇഷ്ടം. ഇഷ്ടവും സ്നേഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. C.S. ലൂയിസ് എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനുണ്ട്. C.S. ലൂയിസ് നല്ല പണ്ഡിതനാണ്. എന്താണ് C.S. ലൂയിസ്? മരിച്ചുപോയി, പണ്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ മിയർ ക്രിസ്ത്യാനിറ്റി ഒക്കെ പറഞ്ഞിട്ട് കുറേ പുസ്തകങ്ങളുണ്ട്. നല്ല നല്ല പണ്ഡിതനാണ്. അപ്പം അദ്ദേഹം 4 തരം, ബൈബിളിൽ വിവരിക്കുന്ന 4 തരം സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊന്നും അറിയുന്നത് നല്ലതാണ് നിങ്ങൾക്ക്. പുതിയ നിയമം പഠിക്കുമ്പോഴേക്കും അത് സഹായിക്കും. 4 തരം സ്നേഹത്തെക്കുറിച്ച് C.S. ലൂയിസ് പഠിപ്പിക്കുന്നുണ്ട്. ആരാണ്? C.S. ലൂയിസ്. C.S. ലൂയിസ് പഠിപ്പിക്കുകയാണ് 4 തരം സ്നേഹം. ഒന്നാമത്തെ സ്നേഹത്തെ അദ്ദേഹം വിളിച്ച വാക്ക് സ്റ്റാർഗോ എന്നാണ്. സ്റ്റാർഗോ എന്നാണ് അദ്ദേഹം ഒന്നാമത്തെ സ്നേഹത്തെ വിളിച്ചത്. സ്റ്റാർഗോ എന്നാണ് എൻ്റെ ഓർമ്മ. സ്റ്റാർഗോ. അപ്പോൾ ഒന്നാമത്തേത് പറയൂ, ഒന്നാമത്തെ സ്നേഹം. അപ്പോൾ അതിനെ അദ്ദേഹം പറയുന്നത് ഇഷ്ടം. അഫെക്ഷൻ അല്ലേ? ഇഷ്ടം എന്താണ്? മൗണ്ട് കാർമലിൽ വരുന്നത് ഇഷ്ടമാണ് അല്ലേ? മൗണ്ട് കാർമൽ വരുന്നത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകുന്നത് ഇഷ്ടമാണ്. ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്. അതാണ് എന്ത്? സ്റ്റാർഗോ. അത് ഈ മനുഷ്യരുടെ ഇടയിൽ കാണുന്ന സാധാരണ എല്ലാ സ്നേഹത്തെയും വിളിക്കാവുന്ന പട്ടിയോട് സ്റ്റാർഗോയാണ് ഇഷ്ടം. പൂച്ചയോട് സ്റ്റാർഗോ. ഒരിഷ്ടം. ഇഷ്ടങ്ങൾ വ്യത്യാസപ്പെടും. ഇഷ്ടപ്പെടുന്നതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവ് വേണമെന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ഒരു ആത്മീയ ഉന്നതിയിലെത്തിയവർക്കേ ഇഷ്ടങ്ങളുള്ളൂ ആണോ? അല്ല. ആർക്ക് വേണേലും അവരവരുടേതായ രീതിയിൽ എന്തിനു വേണേലും ഇഷ്ടപ്പെടാം. അതൊക്കെ ഓരോരുത്തരും വ്യക്തിപരമായി അവനവൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ അതാണ് എന്ത്? ഒന്നാമത്തേത് C.S. ലൂയിസ് പറയുന്ന സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ തലം സ്റ്റാർഗോ. രണ്ടാമത്തേത് അദ്ദേഹം പറയുന്നത് ഈറോസ്. ഈറോസ് എന്ന് പറഞ്ഞാൽ കാമം. ഈറോസ് എന്ന് പറഞ്ഞാൽ ഇറോട്ടിക് എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. ഇറോട്ടിക്, കാമം. അതൊരു സ്നേഹമാണ്. പക്ഷെ അതെന്താണ്? അത് മാംസനിബദ്ധമായ സ്നേഹം. മാംസനിബദ്ധമായ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ശരീരവുമായി ബന്ധപ്പെട്ട സ്നേഹമാണ്. അത് ഞാൻ പറയുന്നത് കാമം എന്ന് പറയുമ്പോൾ ഈ പാപം മാത്രമല്ല, മറിച്ച് ഒരാൾക്ക് ചില ശാരീരിക പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് ഇഷ്ടം. മനസ്സിലാവുന്നോ? ഇപ്പം അതായത് ഒരാളെ ഇഷ്ടപ്പെട്ടു എന്താണ്? അയാൾക്ക് ഈ ശാരീരിക പ്രത്യേകതകൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്തിനകത്ത് വരും? ഈറോസിനകത്ത് വരും. അത് ഇറോട്ടിക് ലവ് ആണ്. അതായത് ഈ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ? അപ്പം അത് അങ്ങനെ ഒരു ഇഷ്ടം. ആ ഇഷ്ടത്തെ വിളിക്കുന്ന മാംസനിബദ്ധമായ ശരീരബന്ധിയായ ആ സ്നേഹത്തെ വിളിക്കുന്ന പേരാണ് നിങ്ങളൊന്നും പറയുന്നൊന്നുമില്ല. ഈറോസ്. ഒന്നാമത്തേതോ സ്റ്റാർഗോ. ഒന്നാമത്തേത് സ്റ്റാർഗോ. രണ്ടാമത്തേത് ഈറോസ്. മൂന്നാമത്തേത് അദ്ദേഹം വിളിക്കുന്ന പേരാണ് ഫീലിയ. PHILIA. ഫീലിയ. PHILIA. ഫീലിയ. അതെന്താണ്? അതാണ് ബ്രദർലി ലവ്, സഹോദര സ്നേഹം അല്ലെങ്കിൽ സൗഹൃദം. കൂട്ടുകാർ തമ്മിലുള്ള വളരെ ഗാഠമായ സ്നേഹമില്ലേ? അല്ലേ? കൂട്ടുകാർ, ഭാര്യയെ പോലും വേണ്ടാതെ കൂട്ടുകാരുടെ പുറകെ പോകുന്ന ചേട്ടന്മാരുണ്ടാവും. ഭർത്താവിനെ പോലും വേണ്ടാതെ കൂട്ടുകാരുടെ പുറകെ പോകുന്ന ചേച്ചിമാരും ഉണ്ടാവും. അപ്പനെ അമ്മയും പോലും വേണ്ടാതെ കൂട്ടുകാർ ദൈവമാണെന്ന് വിചാരിക്കുന്ന മക്കളുണ്ടാവും. ഇല്ലേ? ഇല്ലേ? കൂട്ടുകാരില്ലേ? ഉണ്ടോന്നോ? അപ്പോൾ അങ്ങനെയുള്ള ആ കൂട്ടുകാരോടുള്ള ആ ബന്ധത്തെ, ആ സ്നേഹത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫീലിയ. അപ്പോൾ 3 വാക്കുകൾ. ഇതെല്ലാം ഗ്രീക്ക് വാക്കുകളാണ്. 3 ഗ്രീക്ക് വാക്ക് ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തന്നില്ലേ? 4ാമത്തെ പഠിപ്പിക്കണമെങ്കിൽ പൈസ തരണം. ഓക്കെ, 3 ഗ്രീക്ക് വാക്ക് പഠിച്ചു. ഏതൊക്കെയാണ്? ഉറക്കെ പറയൂ. സ്റ്റാർഗോ,
ഈറോസ് ഫീലിയ. അപ്പം ഇന്ന് ധ്യാനം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ദാനിയേലച്ചൻ എന്നാ ഉരുട്ടി തന്ന് എന്ന് ചോദിക്കും. ആര് ചോദിക്കും? നിങ്ങളിങ്ങോട്ട് വരുന്നത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഒരാളെങ്കിലും വീട്ടിലുണ്ടാവും. അപ്പോൾ ആ ആൾ ചോദിക്കും, ഡാനിയേലച്ചൻ ഇന്നെന്നാ പുഴുങ്ങി തന്നേ, ഇന്നെന്നാ ഉരുട്ടി തന്നേ എന്ന് ചോദിക്കും. അന്നേരം പറയണം സ്റ്റാർഗോ, ഈറോസ്, ഫീലിയ. ഒന്നും പിടികിട്ടാതെ അവര് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കും. മക്കള് പറഞ്ഞ എന്തൊക്കെയാണ്? സ്റ്റാർഗോ, ഈറോസ്. 3 തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. 1 ഇഷ്ടം, 2 കാമം, 3 സൗഹൃദം, സഹോദര സ്നേഹം. 4-ാമത്തേതാണ് അഗാപ്പെ. അഗാപ്പെ അഗാപ്പെ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ കൊടുത്തും സ്നേഹിക്കുന്ന നിസ്വാർത്ഥ സ്നേഹം. പ്ലേറ്റോണിക് ലവ്, നിസ്വാർത്ഥ സ്നേഹം. സ്വന്തം ജീവൻ കൊടുത്തും സ്നേഹിക്കുന്ന നിസ്വാർത്ഥ, സ്വന്തം ജീവൻ പോയാലും വേണ്ടില്ല, അങ്ങനെ ഒരു സ്നേഹമാണ് ഇവിടെ നമ്മൾ കണ്ടത്. കുരിശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. അതേത് സ്നേഹമാണ്? അഗാപ്പെ. അഗാപ്പെ. നഷ്ടങ്ങൾ സഹിച്ച് സ്നേഹിക്കുന്ന സ്നേഹം. തനിക്ക് നഷ്ടം വരുമെന്ന് അറിയാമായിരുന്നിട്ടും സ്നേഹിക്കുന്ന സ്നേഹം. ഈ സ്നേഹത്തിൽ നിന്ന് തനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടും സ്നേഹിക്കുന്ന സ്നേഹം, അഗാപ്പെ. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ മനോഹരമായൊരു എപ്പിസോഡുണ്ട്. ഈശോ ചോദിക്കും, യോനായുടെ പുത്രനായ യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ മലയാളത്തിൽ സ്നേഹിക്കുന്നു എന്നാണ്, ഇംഗ്ലീഷിൽ ഡു യു ലവ് മീ എന്നാണ്. പക്ഷെ എനിക്കൊന്ന് തമിഴിൽ വരുമ്പോൾ ഈ വാക്കുകൾ വ്യത്യാസമുണ്ട്. ഈശോ ചോദിക്കുന്നത് നീ തമിഴിൽ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തമിഴ് എന്താ? അൻപ്. കാതിൽ ഗീതലക്കള, അതൊന്നുമല്ല. കാതിൽ മാത്രമേ മനസ്സിലുള്ളൂ. അല്ല അൻപെന്നുള്ള വാക്ക് അതെങ്ങനെയാണ് സ്നേഹിക്കുന്നോ എന്നുള്ളത് എങ്ങനെ? ആ വാക്ക് എങ്ങനെ? അല്ലല്ല, അൻപ് വെച്ചിട്ടുള്ള വാക്ക് പറഞ്ഞേ. അൻപ് കൊണ്ട് ഇരിക്കറായ. അൻപ് കൊണ്ട് ഇരിക്കറായ. അപ്പോൾ ഇതാണ് ഈശോ ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ എല്ലാത്തിനും കൂടെ ഒരു വാക്കേ ഉള്ളൂ. ഏതാണ്? സ്നേഹം. എല്ലാത്തിനോട് നമുക്ക് മലയാളികൾക്ക് അങ്ങനെയാണ്. എല്ലാത്തിനോടും ഒരു വാക്കുള്ളൂ. എന്ത് സ്നേഹം? നീ എന്നെ പട്ടിയോട് കാണിക്കുന്നത് സ്നേഹം, ഭാര്യയോട് കാണിക്കുന്നത് സ്നേഹം, പിന്നെ ഈശോയോട് കാണിക്കുന്നത് സ്നേഹം, എല്ലാം ഒരു വാക്കേ ഉള്ളൂ. എന്നാൽ തമിഴന്മാരങ്ങനല്ല. അവർക്ക് എല്ലാത്തിനും ഓരോ വാക്ക്. അതാണ് അത് ശരിക്കും ഈ ഈശോ. ഇത് ഗ്രീക്കിൽ ഈശോ ചോദിക്കുന്നത് എന്താണെന്നറിയാം? പത്രോസിനോട്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നിനക്കെന്നോട് അഗാപ്പയുണ്ടോ എന്നാ ചോദിക്കുന്നത്. പത്രോസ് മറുപടി പറയുന്നതെന്നറിയാം? കർത്താവേ, എനിക്ക് നിന്നോട് ഫീലിയ ഉണ്ടെന്നാണ്. മനസ്സിലായോ? അഗാപ്പയുണ്ടെന്ന് പറയാനുള്ള ബലം പത്രോസിന് ഇല്ല. അപ്പൊ 2 പ്രാവശ്യം വിശ്വസിച്ചു. അപ്പൊ ഈ തമിഴിൽ അങ്ങനെ വ്യത്യാസപ്പെടുത്തിയ അൻപാരിക്കറായ ആണോ? അൻപ് കൊണ്ടിരിക്കറായ ആണോ? അയ്യോ, ഞാൻ പഠിച്ചു. അൻപ് കൊണ്ടിരിക്കറായ. അപ്പൊ ചോദിച്ചു, പത്രോസെ, നീ എന്നോട് അൻപ് കൊണ്ടിരിക്കറായ? പത്രോസ് മറുപടി പറഞ്ഞത്, ഞാൻ ഉന്നെ നേസിക്കറേന്നാണ്. ആണോ? തമിഴിൽ അങ്ങനെയാണ്. ഞാൻ ഉണ്മയെന്നാണോ? ഉമ്മേ. പക്ഷെ അത് തെറ്റാ. ആ ട്രാൻസ്ലേഷൻ തെറ്റാണ്. എന്നോടൊരാൾ പറഞ്ഞത് നേസിക്കറേൻ എന്നാണ് പത്രോസ് പറഞ്ഞു. നേസിക്കറേന്ന്. അത് ആ നേസ് കണ്ടോ, അവർ 2 വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അൻപ് വേറെ, നേസം വേറെ. ആ വ്യത്യാസം തമിഴിലുണ്ട്. ഇത് നല്ല ബൈബിൾ വായിക്കണേ, തമിഴ്. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്നു ഹിന്ദിയിലും വ്യത്യാസമുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഹിന്ദിയിലും വ്യത്യാസമുണ്ട്. ഈ 2 വാക്കുകൾ. മലയാളത്തിൽ പാവം മലയാളികൾക്ക് എല്ലാത്തിനൂടെ ഒരു വാക്കേ ഉള്ളൂ. ചിക്കൻ പറയുകയും സ്നേഹിക്കുന്നു, ഈശോയെ സ്നേഹിക്കുന്നു, എല്ലാത്തിനോടും ഒരു വാക്കേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഈ വ്യത്യാസം മനസ്സിലായോ? ഈശോ ചോദിക്കുന്നത്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നിനക്ക് എന്നോട് അഗാപ്പയുണ്ടോ എന്നാണ്. അഗാപ്പയുണ്ടോടാ? പത്രോസ് പറഞ്ഞു, എനിക്ക് നിന്നോട് ഫീലിയ ഉണ്ട്. സഹോദര നിർവിശേഷമായ സ്നേഹം ഉണ്ടെന്ന് നിനക്കറിയാലോ. വീണ്ടും ഈശോ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നിനക്കെന്നോട് അഗാപ്പയുണ്ടോ?
പത്രോസ് രണ്ടാമത് മറുപടി പറഞ്ഞു, എനിക്ക് നിന്നോട് ഫീൽ ചെയ്യാ. മൂന്നാമത് ഈശോ ചോദിച്ചെങ്ങനെയാണെന്നറിയാം? ചൊണ്ണേണ്ട പറ. മൂന്നാമത് ഈശോ എങ്ങനെ ചോദിച്ചു? 2 പ്രാവശ്യം ചോദിച്ചു, നിനക്ക് എന്നോട് ആകാപ്പയുണ്ടോ? മൂന്നാമത്തെ പ്രാവശ്യം ഈശോ പത്രോസിന്റെ തലത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നിനക്ക് എന്നോട് ഫീൽ ചെയ്യാവുണ്ടോ? കർത്താവിന് മനസ്സിലായി ആകാപ്പയൊന്നും ആയിട്ടില്ല, കാണിക്കുകയാണ്, അവനെ ബോധ്യപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ ഞാൻ പോയി മരിക്കുമെന്നൊക്കെ നീ വിരവാദം പറഞ്ഞില്ലായിരുന്നോ? അത് നീ ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നീ തള്ളി പറഞ്ഞേ. നീ വെറുതെ പറഞ്ഞാണ്. നിനക്ക് എന്നോട് ആകാപ്പയില്ല. ആകെ ഉള്ളത് സഹോദര തുല്യമായ ഒരു സ്നേഹമേ ഉള്ളൂ. എന്നാൽ വത്തിക്കാന്റെ വധക്കുന്നിൽ തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെടാൻ ഊഴം കാത്ത് നിൽക്കുമ്പോൾ, റോമിന്റെ ദേശീയ ഉത്സവത്തിന്റെ നീറോ ചക്രവർത്തിയുടെ ജന്മദിനത്തിന്റെ തലേന്ന് കൊല്ലപ്പെടാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ, നീറോ നീട്ടിപ്പിടിച്ച ആ വാൾമുനത്തുമ്പിലേക്ക് അങ്ങനെ ചേർത്ത് വെക്കപ്പെടാൻ നിൽക്കുന്ന സമയത്ത്, ഈ നീറോ ഉയർത്തിയ ആ കഴുമരത്തിലേക്ക് കയറാൻ കാത്തു നിൽക്കുന്ന സമയത്ത് ഈശോപ്പം ഇല്ലല്ലോ കൺമുമ്പേ. പത്രോസ് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ യോഹന്നാന്റെ പുത്രനായ ശിമയോൻ, എനിക്ക് നിന്നോട് അഗാപ്പെ ഉണ്ട്. എനിക്ക് നിന്നോട് ആകാപ്പയുണ്ട്. ഞാൻ മരിക്കാൻ പോവാണ് നിനക്ക് വേണ്ടി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് പത്രോസിന് ഉത്തരം പറഞ്ഞത്, എനിക്ക് നിന്നോട് ആകാപ്പെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ്റേത് ഒന്നുകിൽ എന്താ ഞാൻ പറഞ്ഞു, സ്റ്റാർഗോ ആണോ സ്റ്റോർഗോ ആണോ? സ്റ്റാർഗോ. ഇപ്പൊ തൽക്കാലം സ്റ്റാർഗോ. മനുഷ്യനാകെ ഉള്ളത് ഒന്നീ സ്റ്റാർഗോ, അല്ലെങ്കിൽ ഈറോസ്, അല്ലെങ്കിൽ ഫീലിയ. അത്രേ ഉള്ളൂ. എന്നാൽ നാം പാപികളായിരിക്കെ, നമ്മൾ നല്ലവരായിരിക്കെ, നമ്മൾ നല്ലതായിട്ട് പെരുമാറിയാൽ മനുഷ്യൻ നമ്മളെ സ്നേഹിക്കും. നമ്മൾ നല്ലതായിട്ട് പെരുമാറിയില്ലെങ്കിൽ മനുഷ്യന് നമ്മളോട് സ്നേഹമില്ല. അപ്പൊ ഇവിടെ ഈശോ പറയാണ്, മനുഷ്യന്റെ സ്നേഹം അതാണ്. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം ബലഹീനരായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം ശത്രുക്കളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി. ഇത്ര മനസ്സിലായോ? അപ്പൊ ക്രിസ്തുവിന്റെ കുരിശിനെ ഓർക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ദൈവത്തിന് പാപിയായ, ബലഹീനനായ, ശത്രുവായ എന്നോടുള്ള സ്നേഹം. അവർക്ക് പറയൂ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ അങ്ങനെ ആ സ്നേഹം ദൈവം നമ്മോട് പ്രകടമാക്കി. അങ്ങനെ ഇനി അദ്ദേഹം പറയുകയാണ്, അങ്ങനെ ക്രിസ്തുവിന്റെ മരണം എങ്ങനെയാണ് നമുക്ക് നീതീകരണമായി മാറുന്നത്? ഇനി അദ്ദേഹം അത് വിശദീകരിക്കാൻ പോവുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ഉച്ചത്തിൽ വായിക്കുക. ഒരു മനുഷ്യൻ മൂലം പാപവും, പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. അതായത് ഇനി മനസ്സിലാക്കാൻ വളരെ ശ്രദ്ധ വേണ്ട ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. ഇത് മനസ്സിലാക്കിയാലേ യേശുക്രിസ്തു വഴിയുള്ള രക്ഷ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു. ആരാണ് ആ മനുഷ്യൻ? ആദം. ആദത്തിലൂടെ പാപവും മരണവും എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ചു. ഇത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദം പാപം ചെയ്തപ്പോൾ നമ്മൾ പറയും ദിസ് ഈസ് നോട്ട് ഫെയർ, ഇത് ശരിയല്ല. അതങ്ങനെയാണ്. ആദം പാപം ചെയ്തപ്പോൾ ആദത്തിനല്ലേ പണി കിട്ടേണ്ടത്? നമുക്കൂടെ പണി കിട്ടി എന്തിനാണ്? ആദം പാപം ചെയ്തതുകൊണ്ട് നമ്മളും മരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് ഫെയർ എന്ന് നമ്മൾ പറയും. എന്നാൽ വചനം പറയുകയാണ്, അപ്പോസ്തലൻ പറയുകയാണ്, ആദത്തിന്റെ പാപത്തിൽ ആദം മാത്രമല്ല നഷ്ടം സഹിച്ചത്, മാനവകുലം മുഴുവൻ നഷ്ടം സഹിച്ചു. എങ്ങനെ? നന്നായി എൻ്റെ കൂടെ വരണം. എങ്ങനെ? അതായത് ആദം മാനവകുലത്തിന്റെ ബയോളജിക്കൽ ഹെഡാണ്, ജൈവിക ശിരസാണ്. ലിസൺ, ആദം മാനവകുലത്തിന്റെ ജൈവിക ശിരസാണ്, ബയോളജിക്കൽ ഹെഡാണ്. എന്ന് പറഞ്ഞാൽ എന്താ?
ആദത്തിൽ നിന്നാണ് നാം എല്ലാവരും ഉണ്ടായത്. നാം എല്ലാവരും ജഡം ധരിച്ചത്, നാം എല്ലാവരും ശരീരം സ്വീകരിച്ചത്, നമ്മുടെ എല്ലാം ജീവിതം ഇത് വന്നത് ആദ്യ മനുഷ്യനായ ആദത്തിൽ നിന്നാണ്. ഇതിനകത്ത് തർക്കമില്ലല്ലോ, ഇല്ലല്ലോ, തർക്കിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണ്, അതിൽ നിന്നാണ് നമ്മളെല്ലാം വന്നത്, ആദത്തിൽ നിന്ന്. അപ്പോൾ ആദത്തിന് നഷ്ടപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, ആദം വീണപ്പോൾ ആദത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞേ? ആദം വീണപ്പോൾ ആദത്തിൽ നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു? ആപ്പിളിനകത്ത് കുരുവുണ്ട്, ഉണ്ടോ? ഈ കുരു അടുത്ത ആപ്പിളുകളായി മാറും. ആപ്പിൾ മരങ്ങളായി മാറാനുള്ള കുരുവാണ്, അല്ലേ? അപ്പൊ ഈ ആപ്പിൾ, ഇപ്പം ഞാൻ തിന്നാൻ എടുത്തിരിക്കുന്ന ഒരു ആപ്പിൾ, ഈ ആപ്പിളിനകത്ത് എന്തുണ്ട്? അനേകം ആപ്പിളുകളുണ്ട്, ഉണ്ടോ? അനേകം ആപ്പിൾ മരങ്ങളും ഉണ്ട്, അനേകം ആപ്പിളുകളും ഉണ്ട്, ഉണ്ടോ? ഞാനിത് തിന്നുന്നില്ല എന്ന് വെച്ചിട്ട് ഈ കുരു എടുത്ത് കുഴിച്ചു വെച്ച് ആപ്പിൾ മരങ്ങളായി, അതിൽ വേറെ ആപ്പിൾ ഉണ്ടായി, അതിൽ നിന്ന് വേറെ ആപ്പിൾ ഉണ്ടായി. എനിക്ക് പറയും, ഈ ലോകത്ത് ഈ ആപ്പിളിൽ നിന്ന് ലോകത്ത് കോടിക്കണക്കിന് ആപ്പിൾ മരങ്ങളും ആപ്പിളുകളും ഉണ്ടായാലും എനിക്ക് പറയാൻ പറ്റും, ഈ ആപ്പിളിനകത്ത് അവരെല്ലാവരും ഉണ്ടായിരുന്നു, ഉണ്ടോ? അങ്ങനെയാണ് ആദത്തിനകത്ത് നമ്മളെല്ലാവരും ഉണ്ട്. നമ്മുടെ ജൈവിക ശിരസ്സെന്ന നിലയിൽ, നമ്മുടെ മാനവകുലത്തിൻ്റെ തലയെന്ന നിലയിൽ ആദത്തിൻ്റെ അകത്ത് നമ്മളെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ആദം വീണപ്പോൾ നമ്മൾ വീണു. ആദത്തിന് നഷ്ടപ്പെട്ടത് നമുക്കും നഷ്ടപ്പെട്ടു, ആദത്തിന് പോയത് നമുക്കും പോയി. അങ്ങനെ ഒരു മനുഷ്യൻ മൂലം പാപവും, പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. നിയമം നൽകപ്പെടുന്നതിന് മുമ്പ് തന്നെ പാപം ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ നിയമമില്ലാത്തപ്പോൾ പാപം കണക്കിലെടുക്കപ്പെടുന്നില്ല. ആദത്തിന്റെ പാപത്തിന് സദൃശമായ പാപം ചെയ്യാതിരുന്നവരുടെ മേൽ പോലും ആദത്തിന്റെ കാലം മുതൽ മോശയുടെ കാലം വരെ മരണം ആധിപത്യം പുലർത്തി. ആദം വരാനിരുന്നവന്റെ പ്രതിരൂപമാണ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ആദം പാപം ചെയ്തു, ഞാനൊരു പാപവും ചെയ്തില്ല, ആദത്തിന്റെ മകനാണ് ഞാനെന്ന് വെച്ചോ. ഞാൻ പറയുകയാണ്, ഞാനൊരു പാപവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പാപവും ചെയ്തില്ലെങ്കിലും ആദത്തിന്റെ പാപം എന്നിലുണ്ട്, ആദത്തിന്റെ മരണം എന്നിലുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാവരിലും വ്യാപിച്ചു. 15-ാമത്തെ വാക്യം, എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു വന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ താരതമ്യം ശ്രദ്ധിക്കുക. ഇവിടുത്തെ താരതമ്യം, ആദത്തിന്റെ പാപം മൂലം മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ ക്രിസ്തുവിന്റെ മരണം മൂലം ജീവൻ ലോകത്തിലേക്ക് കടന്നു വന്നു. ഇത് ആദത്തിൻ്റെതുപോലല്ല എന്ന് പറയാൻ കാരണം എന്താ? ആദത്തിന്റെ പാപത്തിന് മാനവകുലത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീന ശക്തിയെക്കാളും ഒരുപാട് എത്രയധികം, ആ വാക്ക് അവിടെ ആവർത്തിക്കപ്പെടുന്നു, എത്രയധികം, ഒരുപാട് അധികമാണ് യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ ലോകത്തിന്റെ മേൽ വന്ന കൃപാദാനം. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. അതായത് ആദത്തിന്റെ പാപം പോലെ അല്ല കൃപാദാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ആദത്തിന്റെ പാപം മൂലം ലോകത്തിലേക്ക് വന്ന നഷ്ടത്തെക്കാളും ഒരുപാട് മടങ്ങ് വലുതാണ് യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ മാനവകുലത്തിന് കൈവന്ന നേട്ടം. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാമോ? മനസ്സിലായോ? ഒന്നുകൂടെ പറയാമോ? അതായത് ആദത്തിന്റെ പാപം മൂലം നമുക്ക് നഷ്ടം ഉണ്ടായോ? ഉണ്ടായി. ആ നഷ്ടത്തെക്കാളും അതിന് തുല്യമല്ല ഇവിടുന്ന് യേശുവിലൂടെ വന്ന ജീവൻ. അതിന് തുല്യമല്ല എന്ന് പറഞ്ഞാൽ, ആദം പാപം ചെയ്തുകൊണ്ട് നമുക്ക് 50 രൂപ നഷ്ടം വന്നു, ഈശോ മരിച്ചത് കൊണ്ട് നമുക്ക് 50 രൂപ തിരിച്ചു കിട്ടി. അങ്ങനല്ല. മനസ്സിലായോ? ആദം ഉദാഹരണം മനസ്സിലാവാൻ വേണ്ടി പറയാണ്. അതായത് ആദം പാപം ചെയ്തത് കൊണ്ട് എനിക്ക് നഷ്ടം വന്നത് 5 ലക്ഷം രൂപയുടെ നഷ്ടമാണെന്ന് വെച്ചോ, മോണിറ്ററി ടേംസിൽ. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചപ്പോൾ എനിക്ക് ആ 5 ലക്ഷം നഷ്ടം വന്ന 5 ലക്ഷം തിരിച്ചു കിട്ടിയെന്നല്ല, എനിക്ക് 5000 കോടി അതിനേക്കാളും കൂടുതലാണ് ഇപ്പുറത്ത് കിട്ടിയെന്ന്. മനസ്സിലായോ? ഇല്ല, എനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. എനിക്ക് എൻ്റെ കയ്യിൽ അവസാനത്തെ ആയുധവും തീർന്നു.
അതായത് ആദത്തിൻ്റേതുപോലല്ല കൃപാദാനം എന്ന് പറഞ്ഞാൽ അത്രയും അതിൻ്റെ വ്യാപന ശക്തി പാപത്തിൻ്റെ വ്യാപന ശക്തിയേക്കാൾ ഒരുപാട് 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 മടങ്ങാണ് കൃപയുടെ വ്യാപാര ശക്തി. മനസ്സിലായില്ല? അതായത് പാപം വർദ്ധിച്ചതിനേക്കാളും തീവ്രതയിൽ പകർച്ചവ്യാധി പോലെ കൃപ പടർന്നു പിടിക്കും. പാപം ഒരിക്കലും അണയ്ക്കാൻ പറ്റാത്ത കാട്ടുതീ പോലെ പാപം പടർന്നു പിടിച്ചെങ്കിൽ ആ തീയെ വെല്ലുന്ന സംഹാരാഗ്നിയായിരിക്കും കൃപാദാനം. അത് ഇത് രണ്ടും ഒരേ ലെവലല്ലെന്ന്, അതാണ് ആദത്തിൻ്റേതുപോലെ അല്ലെന്ന് പറയാൻ കാരണം. മനസ്സിലായോ? ആദത്തിൻ്റേതുപോലെ പറയാൻ കാരണം ഇത് രണ്ടും ഒരേ ലെവലല്ല. മറ്റേത് ഒരുപാട് ഒരുപാട്. അതിന് തോമസ് അക്വിനാസ് ഉപയോഗിക്കുന്ന വാക്ക് സൂപ്പർ അബണ്ടന്റ് എന്നാണ്. സൂപ്പർ അബണ്ടന്റ്. അദ്ദേഹം പറയുന്ന ഇതാണ്: ഭൂമിയിൽ പിറന്നു വീഴാനിരിക്കുന്ന അവസാനത്തെ കുഞ്ഞിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടതിനേക്കാളും ഒരുപാട് 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 കൂടുതലാണ് യേശു സമ്പാദിച്ച കൃപ. കുരിശിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന കൃപ ലിമിറ്റഡ് അല്ല. ആ റിസോഴ്സസ് ലിമിറ്റഡ് അല്ല. അത് ഭൂമിയിലെ ഏത് മാരക മഹാപാപിയെയും രക്ഷിക്കാൻ കഴിവുള്ളതിനേക്കാളും ഒരുപാട് 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 മടങ്ങ് കൂടുതലാണെന്ന്. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്? ഐ ഹാവ് നത്തിങ് ടു ഡു. അതായത് എനിക്ക് ഇനി പറയാൻ അറിഞ്ഞുകൂടാ. ഇത് രണ്ടും ഒരേ തലത്തിലല്ല. കൃപാദാനം വളരെ 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 കൂടുതലാണ്. അതുകൊണ്ട് പാപം വർദ്ധിക്കുമ്പോൾ നമ്മൾ വിഷമിക്കരുത്. എന്താ കാര്യം? ഈ പാപത്തെ വെല്ലുന്ന മഹാകൃപ മറുവശത്ത് വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. മനസ്സിലായി? അതായത് ദൈവം എവിടെയെങ്കിലും ഒരിടത്ത് തിന്മ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മറുവശത്ത് അതിനെ തോൽപ്പിക്കുന്ന നന്മ മറുവശത്ത് ഒരുക്കി വെച്ചിട്ടാണ് ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും കണ്ട് വിഷമിക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ എവിടെയെങ്കിലും ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു പുരോഹിതൻ്റെയോ ഏതെങ്കിലും ഒരു സഭാധികാരിയുടെയോ ഏതെങ്കിലും ഒരു അൽമായൻ്റെയോ ഉതപ്പ് കൊടുക്കുന്ന ജീവിതം കണ്ട് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ഭാരത്തിന് ദൈവം പ്രതിഫലം തരാൻ പോകുന്ന എന്തെന്ന് അറിയാമോ? അതിനെ വെല്ലുന്ന 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 പല മടങ്ങ് അഭിഷേകമുള്ളവരെ നിങ്ങളുടെ കൺമുമ്പിൽ എത്തിച്ച് തന്ന് ദൈവം അതിന് പരിഹാരം ചെയ്തിരിക്കും. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി. അത് ചെയ്തിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു വൈദികൻ്റെയോ ഒരു സിസ്റ്ററിൻ്റെയോ ഒരു അൽമായൻ്റെയോ ഏതെങ്കിലും ഒരു സഭാ ശുശ്രൂഷകൻ്റെയോ ജീവിതം ഉതപ്പ് കൊടുക്കുന്നതായി കണ്ട് നിങ്ങളുടെ മനസ്സ് ഭാരപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്നു, ദൈവം നിങ്ങളോട് കണക്ക് തീർക്കാൻ പോകുന്നത്, നിങ്ങളോട് പകരം വീട്ടാൻ പോകുന്നത്, നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലാത്ത അഭിഷേകമുള്ള ഒരാളെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടായിരിക്കും. ഇങ്ങനെയാണ് ദൈവം പകരം വീട്ടുന്നത്. ആരോടെന്നറിയാമോ? ആരോട് പകരം വീട്ടുന്നത്? പിശാചിനോട് പകരം വീട്ടുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, അതിനേക്കാൾ ഒരുപാട്, എത്രയധികം എന്ന് പറയുന്ന വാക്ക് ഒരുപാട് ഇനി ആവർത്തിക്കപ്പെടും. അപ്പോൾ എന്നാൽ വായിക്കാം, വാക്യം 15. എന്നാൽ പാപം പോലെയല്ല കൃപാദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലം വളരെ പേർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യന്റെ കൃപാദാനവും അനേകർക്ക് എത്രയധികം സമൃദ്ധമായി ലഭിച്ചിരിക്കുന്നു. ഒരുവന്റെ പാപത്തിൽ നിന്നുളവായ ഫലം പോലെ അല്ല ഈ ദാനം. ഒരു പാപത്തിന്റെ ഫലമായുള്ള വിധി ശിക്ഷയ്ക്ക് കാരണമായി, അനേകം പാപങ്ങൾക്ക് ശേഷം ആഗതമായ കൃപയാകട്ടെ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവൻ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അതായത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അച്ഛാ, ആദം പഴം പറിച്ച് തിന്ന് ഈ സൗഭാഗ്യാവസ്ഥ നഷ്ടപ്പെടുത്തുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഒരു തോട്ടം ഉണ്ടാക്കി പഴം ഉണ്ടാക്കി അവൻ്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ജനാല തുറന്നാൽ തന്നെ കാണുന്ന രീതിയിൽ ഈ പഴം തൂക്കിയിട്ടിട്ട് അവൻ തിന്നെന്ന് പറഞ്ഞ് അവനെ ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പുറത്തിറക്കി വിടുക? ഒരു മര്യാദ വേണ്ടേ? ഇത് അറിഞ്ഞുകൂടായിരുന്നു ഇവൻ ഈ പഴം കണ്ടാൽ പറിച്ച് തിന്നും, ഇവൻ ആ പഴത്തോട് സ്വാഭാവികമായിട്ടൊരു വാസനയുള്ളതാണ് എന്ന് അറിഞ്ഞുകൂടായിരുന്നോ? ഉത്തരം അതായത് ഈ പഴം അവിടെ വെച്ചിട്ട് അത് നീ തിന്നരുത് എന്ന് പറയുമ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു എന്താണ്, ഇവനിത് പറിച്ച് തിന്നും. പിന്നെ എന്തിന് ദൈവം അത് അനുവദിച്ചു എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു പഴം അവൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചെന്ന് ചോദിച്ചാൽ, ഈ പഴം പറിച്ചു തിന്ന് അവൻ ഉണ്ടാക്കി വെക്കുന്ന നഷ്ടത്തെക്കാളും ഒരുപാട് 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 അധികമായിരിക്കും
ക്രിസ്തു വന്ന് ഇതിന് പരിഹാരം ചെയ്ത് കഴിയുമ്പോൾ ഇവന് കിട്ടാൻ പോകുന്ന, നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് ലത്തീൻ ലിറ്റർജിയിൽ ഈ പാപത്തെ വിളിക്കുന്നത് ഭാഗ്യകരമായ പാപം എന്നാണ്. ഏത് പാപം? ഈ ആദ്യ പാപത്തെ വിളിക്കുന്നത് ഭാഗ്യകരമായ പാപം എന്നാണ്. അതെന്തുകൊണ്ടാണ്? എന്നിട്ട് സഭ ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയും, ഭാഗ്യകരമായ പാപമേ, നീ ഞങ്ങൾക്ക് യേശുവിനെ തന്നുവല്ലോ, യേശുവിനെ തന്നുവല്ലോ. ഈ നഷ്ടം കൊണ്ട് ലോകത്തിനുണ്ടായതിനേക്കാൾ എത്രയോ വലുതാണ് ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നത് ദൈവത്തിൻ്റെ കൂടെ നടക്കാമായിരുന്നു. എന്നാൽ ക്രിസ്തു എന്ന രണ്ടാമത്തെ ആദം പരിഹാരം ചെയ്തു കഴിഞ്ഞപ്പോൾ ക്രിസ്തു എൻ്റെ കൂടെ മാത്രമല്ല, എൻ്റെ അകത്ത് എൻ്റെ അകത്ത്. ദൈവം ഏദൻ തോട്ടത്തിൽ അവരുടെ കൂടെ ജീവിച്ചു. എന്നാൽ ഇവിടെ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ത്രിയേക ദൈവമായി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എവിടെയോ കേട്ടതാണ്, വായിച്ചതാണ്. അതായത് ഒരു മനുഷ്യൻ, ചൈനയിലെങ്ങാണ്ടുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിൽ, നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഒരാൾ ബൈബിൾ കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾ ഈ ബൈബിൾ വായിച്ചിട്ട്, നിങ്ങൾ മറ്റ് പല മതഗ്രന്ഥങ്ങളും വായിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ ഈ ബൈബിൾ വായിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പറയൂ. അദ്ദേഹം ഈ ബൈബിൾ വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മറ്റു മതങ്ങളിലൊക്കെ കാണുന്നതിൽ നിന്ന് ഒരു വ്യത്യാസം ഞാൻ നിങ്ങളുടെ മതത്തിൽ കാണുന്നുണ്ട്. ആ മതത്തിൽ കാണുന്ന വ്യത്യാസം ഇതാണ്. അതായത് മറ്റു മതങ്ങളിലെല്ലാം അവരുടെ ദൈവം അവരുടെ വെളിയിലാണ്. നിങ്ങളുടെ ഈ ഗ്രന്ഥത്തിലാവട്ടെ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അകത്താണ്. അപ്പോൾ അത് അങ്ങനെ ഓക്കെ പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര അധികമായി ആ വാക്കിൻ്റെ അർത്ഥം പിടികിട്ടുന്നോ? യെസ്. അപ്പോൾ ഒരു മനുഷ്യൻ മൂലം മരണം ഒരു മനുഷ്യന്റെ പാപത്താൽ, വാക്യം 17, ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചെടുത്ത്, ഹല്ലേലൂയ, അതെപ്പോഴും ഓർത്തിരിക്കണം. പാപം എവിടെ വർദ്ധിക്കുന്നോ അവിടെ ദൈവം അസാധാരണ കൃപകളുള്ള മനുഷ്യരെ ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പാപം കണ്ടിട്ട് നിങ്ങളുടെ മനസ്സ് മടുക്കരുത്. പാപം കണ്ടിട്ട് മനസ്സ് മടുക്കരുത്. വീട്ടിൽ നിങ്ങൾ കുടുംബനാഥൻ മഹാപാപത്തിലാണ്. നിങ്ങൾ മനസ്സ് മടുക്കരുത്. നിങ്ങളുടെ മക്കളെ ദൈവം അസാധാരണ കൃപയുള്ളവരാക്കി ഉയർത്തും. ഹല്ലേലൂയ. മനസ്സിലായി? നിങ്ങൾ ഒറ്റ കാര്യമുള്ളൂ, ഈശോയോട് ചേർന്ന് നിന്നോണം. എവിടെങ്കിലും തിന്മ വർദ്ധിക്കുന്നത് കണ്ടിട്ട് നിങ്ങളുടെ മനസ്സുമെടുത്ത് നിരാശപ്പെട്ട് നിങ്ങൾ ഈ ദൈവിക സംവിധാനങ്ങൾക്കെതിരായിട്ട് മാറരുത്. ഓക്കെ. അപ്പോൾ പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു. അതെങ്ങനെയാ? പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്യുന്നത് എങ്ങനെയാ? നിയമം വരുമ്പോൾ പാപം കൂടുന്നത് എങ്ങനെയാ ട്രീസ? നിയമം വരുമ്പോൾ എങ്ങനെ പാപം കൂടുന്നേ? എങ്ങനെ നിയമം വരുമ്പോൾ പാവം കൂടുന്നേ? ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം നീ മെഡിക്കൽ കോളേജിലാണ്, നീ ഇപ്പോഴും മെഡിക്കൽ കോളേജിലല്ലേ? നീ മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിൽ അവിടെ ഈ മരുന്നുകൾ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. മരുന്നുകൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ നിനക്ക് തോന്നുകയാണ് എപ്പോഴും ആവശ്യം വരുന്ന മരുന്നുകളാണ് പാരാസെറ്റാമോള്, പിന്നെ അങ്ങനെയുള്ള മറ്റ് മോളുകൾ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നീ എന്ത് ചെയ്യുന്നു? വിചാരിക്കുകയാണ് മെഡിക്കൽ കോളേജല്ലേ, നമ്മുടെ തന്നെ പണമല്ലേ, നമ്മൾ ടാക്സ് കൊടുക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ അപ്പോൾ അതുകൊണ്ട് നീ ചിന്തിക്കുകയാണ്, നീ അങ്ങനെ ചെയ്യത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നീ ചിന്തിക്കുകയാണ് കുറച്ച് മരുന്ന് അവിടുന്ന് എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചേക്കാം, ഡാനിലച്ഛന് പനിയാണെന്നറിയാമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് നീ കുറച്ച് മരുന്ന് അവിടുന്ന് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് പാവമാണോ? പാവമാണ്. ഇനി ആ മെഡിക്കൽ കോളേജിൽ ആ ഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് മരുന്ന് മോഷ്ടിക്കരുത്, മോഷ്ടിച്ചാൽ നിങ്ങൾ മരിക്കും എന്നെഴുതി വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ. ഈ ബോർഡ് എഴുതി വെക്കുന്നതിന് മുമ്പും ഇത് പാവമല്ലേ? ഇപ്പൊ ബോർഡ് വെച്ചതിന് ശേഷമുള്ള വ്യത്യാസം എന്താ?
ബോർഡ് വെക്കുന്നതിന് മുമ്പ് ഇത് ഈ മരുന്നടിച്ചുകൊണ്ട് പോകുന്ന പാവമല്ലേ? അതെ. ബോർഡ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെന്താ വ്യത്യാസം? നിയമം വന്നു കഴിഞ്ഞപ്പോൾ ട്രീസായ്ക്ക് മനസ്സിലായി എന്ത്, ഇത് ഗൗരവതരമായ ഒരു തെറ്റാണ്. അപ്പോ നിനക്ക് പാപം വർദ്ധിക്കുന്നത് എപ്പോഴാ? നിയമം കാണുമ്പോഴാണ്. നേരത്തെ ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. പാപബോധം വർദ്ധിപ്പിക്കാൻ. അപ്പോൾ പാപം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്യുന്നുള്ളതിൻ്റെ അർത്ഥം പാപബോധം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശനം ചെയ്തു. വായിക്കാം. അങ്ങനെ പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. അതായത് പാപം ഇവിടെ ഈ ആധിപത്യം പുലർത്തി കൊടികുത്തി വാഴുന്നത് പോലെ ദൈവകൃപ കൊടികുത്തി വാഴും. ഇതാണ് പ്രോമിസ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നോ? എന്നാ വേഗം എഴുന്നേക്ക്. വിശ്വസിക്കുന്നെങ്കിൽ വേഗം ഒന്ന് എഴുന്നേറ്റേ. നമുക്കൊന്ന്. കാരണം എന്താ അറിയാം, ഇതൊക്കെ ഭയങ്കര കട്ടിയാണ്, എളുപ്പമല്ല. അപ്പം അത് എളുപ്പമല്ല. എന്നെ സംബന്ധിച്ച് എനിക്കിത് പറഞ്ഞു തരുമ്പോൾ എനിക്ക് വേറെ അവിടുന്ന് ഇവിടുന്ന് വേറെ ഒന്നും കൊണ്ടുവരാനും പറ്റില്ല. ഇതിനെ അങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ദഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നല്ല 2 കുറ്റി പുട്ട് തിന്നിട്ട് എവിടെയെങ്കിലും അടങ്ങിയിരുന്നാൽ അത് ദഹിക്കത്തില്ല. എന്ത് ചെയ്യണം? ഒന്ന് നടക്കണം, ഒന്ന് അനങ്ങണം. അങ്ങനെയൊക്കെ അല്ല ദഹിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. ഇതിപ്പോൾ 2 നല്ല ഞാൻ മാമ്പഴപ്പുട്ട് നിങ്ങളുടെ അകത്തേക്ക് ഒരു 3 കുറ്റി തന്നിരിക്കുകയാണ്. അപ്പോൾ അതങ്ങോട്ട് ഒന്ന് ദഹിക്കാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാനിനി വിശദീകരിക്കാൻ പോവാണ്. എങ്ങനെയാണ് ഈ ആദം പാപം ചെയ്ത് എനിക്ക് മനസ്സിലാവും. കാരണം ആദം എൻ്റെ വല്യപ്പനാണ്. എന്നാൽ ക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് നീതീകരണം കിട്ടുന്നത്? അത് തമ്മിൽ ക്രിസ്തുവും ഞാനും തമ്മിൽ അങ്ങനെ അപ്പനും മോനും തമ്മിൽ ബന്ധമൊന്നുമല്ലല്ലോ. ക്രിസ്തു എൻ്റെ ജൈവിക പിതാവല്ലല്ലോ. അതെനിക്ക് മനസ്സിലായി. ആദം പാപം ചെയ്തപ്പോൾ എനിക്ക് പോയി, അതെനിക്ക് മനസ്സിലായി. എന്നാൽ ക്രിസ്തു എനിക്ക് വേണ്ടി പരിഹാരം ചെയ്തപ്പോൾ എനിക്കെങ്ങനെയാണ് നീതീകരണം കിട്ടുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് ഏറ്റുചൊല്ലാം. കർത്താവായ യേശുവേ, ആദത്തിന്റെ പാപത്തിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം അനേക മടങ്ങ് ഇരട്ടിയായി എനിക്ക് തിരികെ തരാൻ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദത്തിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം യേശുവിലൂടെ അനേക മടങ്ങായി എനിക്ക് തിരികെ ലഭിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ കുരിശുമരണത്തിന്റെ അനന്ത യോഗ്യതകളിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകത്ത് നിന്ന് നടമാടുന്ന എല്ലാ പാപങ്ങളെക്കാളും അനേക മടങ്ങ് വലുതാണ് യേശുവിന്റെ കുരിശിലൂടെ ഒഴുകിയ കൃപാദാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട്ടുകൊടുത്തൊരു 10 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ. വിട്ടുകൊടുത്ത് സ്തുതിക്കട്ടെ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അഭിഷേക ശക്തിയാൽ ഞങ്ങളെ നിറക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തമായ കരം വെളിപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരഭിഷേക കരം വെളിപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, മഹത്വം, 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 മഹത്വം. ചൊല്ലുലീശോയേ. ആമേൻ, ആമേൻ, ആമേൻ. ഇരിക്കുക. ആദത്തിലൂടെ നമ്മളെല്ലാവരും പാപം ചെയ്തു എന്നത് മനസ്സിലാക്കാം. ഇനി അടുത്ത ചോദ്യം, ക്രിസ്തുവിലൂടെ നമ്മൾ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? നമ്മളും ക്രിസ്തുവും തമ്മിൽ എന്ത് ബന്ധം? നിങ്ങളിങ്ങനെ കാണുക. അതായത് ആദം, ഇങ്ങോട്ട് നോക്ക്, കാണുന്നുണ്ടോ? അതായത് ഈ ആദം ഇങ്ങനെ വന്ന് ജോസഫ്, മേരി, ഈശോ. ആദം, ഇപ്പൊ ഇവിടെ ഈശോ. ആദത്തിന്റെ ലൈനിലെ ഒരു മനുഷ്യൻ പാപത്തിന് പരിഹാരം ചെയ്താൽ
അത് എനിക്കെങ്ങനെയാണ് നീതീകരണമാവുന്നത്? ഇതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ അതിന് നമ്മൾ 2-3 തലത്തിലാണ് അതിനെ സമീപിക്കുന്നത്. ഒന്ന്, ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനല്ല, പിന്നെ ആരാണ്? ക്രിസ്തു ദൈവമാണ്. ഇത് ദൈവം തന്നെയാണ് ചെയ്യുന്നത്. ഒന്നാമത്തേത്, ഇത് ദൈവപ്രവൃത്തിയാണ്. ഒരു മനുഷ്യൻ ചെയ്ത പാപത്തിന് ക്രിസ്തുവിലൂടെ എനിക്കിങ്ങനെ പരിഹാരം കിട്ടും എന്ന ചോദ്യത്തിന്റെ ആദ്യത്തെ ഉത്തരം, മറ്റൊരു മനുഷ്യനല്ല ഇത് പരിഹാരം ചെയ്യുന്നത്. തൻ്റെ മനുഷ്യത്വത്തിലാണ്, ഒരു മനുഷ്യനായിട്ടാണ് ഈശോ പാപത്തിന് പരിഹാരം ചെയ്യുന്നതെങ്കിലും ഈ പരിഹാരം നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ്. അതുകൊണ്ട് അതൊരു ദൈവപ്രവൃത്തിയാണ്. അതുകൊണ്ട് മതബോധന ഗ്രന്ഥം പറയുന്നു, ക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നിത്യതയുടെ വിലയാണ്, അല്ലെങ്കിൽ അത് നിത്യതയിലേക്ക് കടക്കുന്നു. അതിൻ്റെ വാല്യൂ അതൊരു പ്രത്യേക സമയത്തേക്ക് മാത്രമുള്ളതല്ല, അതിന് ഇറ്റേണൽ വാല്യൂ ഉണ്ട്, നിത്യമായ മൂല്യമുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തു ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നിത്യമായ മൂല്യമുണ്ട്, ഇൻഫിനിറ്റ് വാല്യൂ ഉണ്ട്. അത് ഈ കാലഘട്ടത്തിൽ, ഈ കാലത്തിൽ മാത്രമുള്ളതല്ല, അതിന് നിത്യതയോളം വിലയുണ്ട്. ഒന്നാമത്തേത് ഇങ്ങനെ മനസ്സിലാക്കുക, ഇത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. രണ്ടാമത്തേത്, ക്രിസ്തു പരിഹാരം ചെയ്യുമ്പോൾ ആ പരിഹാരം എനിക്ക് സംലബ്ധമാകണമെങ്കിൽ ഞാനും ക്രിസ്തുവും തമ്മിൽ എന്തെങ്കിലും ബന്ധം വേണ്ടേ? ഞാനും ക്രിസ്തുവും തമ്മിൽ ചില പ്രത്യേക തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. ഒന്നാമത്തേത്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ. അപ്പൊ ഇത് മനസ്സിൽ വെക്കുക, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുള്ളതെല്ലാം അവനിലൂടെയാണ് ഉണ്ടായത്, സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. കൊളോസോസ് ലേഖനം 1-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. കൊളോസോസ് 1:14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, അതായത് ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും അവനിൽ സൃഷ്ടിക്കപ്പെട്ടു. ഇൻ ഹിം, അവനിൽ സൃഷ്ടിക്കപ്പെട്ടു. അതായത് ഈ ഭൂമിയിൽ എന്തെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അവയ്ക്കെല്ലാം ക്രിസ്തുവിനോട് ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? അവനിലാണെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അവനിലാണെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അടുത്ത വാക്യം, സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാവട്ടെ എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതായത് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയാണ്. അവനിലൂടെ. ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് പുറത്തു വന്നത്, അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിലൂടെയാണ് പുറത്തു വന്നത്. അപ്പൊ എനിക്കും അമ്മയുടെ ഗർഭപാത്രത്തിനും ഒരു ബന്ധമുണ്ട്. ഉണ്ടോ? ഒരു സൃഷ്ടി ബന്ധമുണ്ട്. ഉണ്ടല്ലോ, ഒരു സൃഷ്ടി ബന്ധമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്, ഭൂമിയിലെ എല്ലാ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയാണ്. അവനിലൂടെ. അതുകൊണ്ട് അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ എല്ലാം സ്ഥിതി ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക, ഈ ഭൂമിയിൽ എന്തെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത് യേശുവിലൂടെ. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം സ്ഥിതി ചെയ്യുന്നത് യേശുവിൽ. ഇതാണ് ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം. മനസ്സിലാവുന്നുണ്ടോ? ഒരു ബന്ധം എന്താണ്? അതായത് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയാണ്, അവനിൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനിൽ സ്ഥിതി ചെയ്യുന്നു. സോ സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിനും യേശുവിനോട് ഒരു ബന്ധം ഉണ്ട്.
അതുകൊണ്ട് അപ്പസ്തോലൻ പിന്നീട് പറയും, യുഗയുഗാന്തരങ്ങളായി മറച്ചു വെക്കപ്പെട്ടിരുന്ന ഒരു രഹസ്യം ഇപ്പോൾ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്താൻ അവിടുന്ന് തിരുഹിതമായി. യുഗയുഗാന്തരങ്ങളായി മറച്ചു വെക്കപ്പെട്ട, വായിക്കാം, കൊളോസോസ് 1:26. കൊളോസോസ് 1:26, 25 മുതൽ വായിക്കും. കൊളോസോസ് 1:25 മുതൽ. കൊളോസോസ് 1:25. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ഒറ്റ മിനിറ്റ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ഞാൻ അറിഞ്ഞതുകൊണ്ട് എനിക്കെന്ത് ഗുണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, അല്ല പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവവചനത്തിലെ നിഗൂഢമായ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നീ നിന്റെ ജീവിതം സമർപ്പിക്കുന്നത് മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കും. ഇത് എൻ്റെ വാക്കല്ല, ഇതാണ് ദാനിയേലിനോട് പറഞ്ഞത്. ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ എളിമപ്പെടുത്തിയ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എനിക്കെന്താണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, മകനെ മകളെ, നീയൊരു നീറുന്ന പ്രശ്നത്തിനകത്തല്ലേ. അതഴിയാനുള്ള വഴിയാണ് ഈ പാവ സുവിശേഷകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഇതറിഞ്ഞാൽ നീ അറിയേണ്ടതെല്ലാം ദൈവം നിന്നെ അറിയിക്കും. അറിയേണ്ടതറിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ലെന്ന് നീ പറയത്തില്ല. ചെയ്യേണ്ടത് ദൈവം നിനക്ക് കാണിച്ചു തരും. അതുകൊണ്ട് വചനം പഠിക്കാൻ ഹൃദയം സമർപ്പിക്ക്, കീഴടങ്ങ്, വിധേയപ്പെട്ട് കർത്താവിന് മുമ്പിൽ ഹൃദയം വെക്ക്, റെസിസ്റ്റ് ചെയ്യാതെ, മറുതലിക്കാതെ. ഇതൊക്കെ ഞാനിപ്പോൾ അറിഞ്ഞിട്ട് എന്താണ് എന്ന് ചിന്തിക്കാതെ നീ വചനം പഠിക്ക്. ദൈവം നിന്നെ ഇന്ന് ഇവിടുന്ന് മൗണ്ട് കാർമലിൽ നിന്ന് ബ്ലസ് ചെയ്തിട്ടേ വിടൂ. ഒറ്റ കണ്ടീഷൻ, നീ വേറൊന്നിനും വരരുത്. ഒറ്റ കണ്ടീഷൻ, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വചനം പഠിക്കണം, അറിയണം. എനിക്ക് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. നഥാനിയേലിനോട് ഈശോ പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നീ ഇരിക്കുമ്പോൾ നിന്നെ ഞാൻ ഓൾറെഡി കണ്ടതാണ്. യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചുരുളുകൾ നിവർത്തി തിരുവഴുത്തുകൾ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നഥാനിയേലിനോട് ഈശോ പറഞ്ഞു, നീ ബൈബിൾ സ്റ്റഡി തുടങ്ങിയ ദിവസം മുതൽ നിന്നെ ഞാൻ കണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? നീ വചനം പഠിക്കാൻ തുടങ്ങി, നീ ബൈബിളും എടുത്തോണ്ട് മോനെ നീ ഇരിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ നിന്നെ ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്. നിന്നെ ഞാൻ ബ്ലസ് ചെയ്തിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. നിസാരാന്ന് കരുതരുത്. ചക്കയും മാങ്ങയും തേങ്ങയും മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ഇവിടെ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ വചനം പഠിക്കണം. അതിനനുസരിച്ച് ദൈവം നിന്നെ ബ്ലസ് ചെയ്തിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ വായിക്കുക കൊളോസോസ് 1:25. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു. അതായത് എൻ്റെ ദൗത്യം ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു എൻ്റെ ദൗത്യം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. ഇതാണ് യുഗയുഗാന്തരങ്ങളായി മറച്ചു വെക്കപ്പെട്ടിരുന്ന രഹസ്യം. ലോകത്തുള്ള എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ഓൾറെഡി ക്രിസ്തു ഉണ്ട്. എങ്ങനെ ഉണ്ട്? അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, അവനിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്.
യുഗയുഗാന്തരങ്ങളായി മറച്ചു വെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇതാ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം തിരുമനസ്സായി. എന്താണ് ആ മഹത്വം? വിജാതി എത്ര ശ്രേഷ്ഠമാണ്! ആ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. നിങ്ങൾ വിജാതീയരോട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. നിങ്ങൾ ഏതെങ്കിലും ഒരു അക്രൈസ്തവനോട് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. അക്രൈസ്തവരോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്നറിയോ? അതായത് നമ്മൾ ചിന്തിക്കുന്നത്, ഇവരിത് സ്വീകരിക്കുമോ? ഞങ്ങൾ മംഗലാപുരത്തിന് ട്രെയിനിൽ പോവുകയായിരുന്നു. മംഗലാപുരത്തിന് ട്രെയിനിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും എന്തെങ്കിലും ജോലി ഉള്ളതുകൊണ്ട് ഈ യാത്ര, ഇങ്ങനെ ഈ ട്രെയിൻ യാത്ര എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇഷ്ടമാണ്. കാരണം എന്താ അറിയാം, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാം. അപ്പം അതാണ് അതിനകത്തുള്ള ഏക കൗതുകം. ഉറങ്ങാമല്ലോ. അതുകൊണ്ട് കഴിയുന്നതും സന്ധ്യയ്ക്ക് രാത്രിയിലുള്ള ട്രെയിൻ ബുക്ക് ചെയ്താൽ പോണേ. അപ്പോൾ AC കമ്പാർട്ട്മെൻ്റാണ്. എൻ്റെ ഏക സന്തോഷം നന്നായിട്ട് പുതച്ച് കിടന്ന് ഉറങ്ങാം. അങ്ങനെ ആ ആഗ്രഹത്തോടെ ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു. അങ്ങനെ ട്രെയിനിൽ കയറി. 8 മണി 9 മണിയും കണ്ടായി. ട്രെയിനിൽ കയറി ഞാൻ ഇവരോട് പറഞ്ഞു, എൻ്റെ കൂടെ 2 പേരുണ്ട്, അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ച് ഉറങ്ങി. ഞാൻ കിടന്നു. 1:30-2 മണിയായപ്പോൾ വലിയ സംസാരം കേട്ട് ഞാൻ ഉണർന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ മിഡിൽ ബർത്തിലാണ്. എൻ്റെ അപ്പുറത്തെ മിഡിൽ ബർത്തിൽ ഞാൻ മിഡിൽ ബർത്തിലാണ്. എൻ്റെ അപ്പുറത്തെ ഏറ്റവും മുകളിലുള്ള ബർത്തിൽ ഒരു ചെറുക്കനും പെണ്ണും കൊണ്ടിരുന്ന് ഭയങ്കര സംസാരം. രാത്രി 1:30 ആയടാ മോനെ, ഇനി പകല് നീ തുടങ്ങുമെന്ന് പറയണമെന്ന് എനിക്കുണ്ട്. മര്യാദയല്ലല്ലോ, മനുഷ്യർ നമ്മൾ മര്യാദയ്ക്ക് പെരുമാറണ്ടേ. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ചിന്തിച്ചു, ദൈവമേ, എനിക്ക് ഉറക്കം മുറിഞ്ഞാലൊരു കുഴപ്പമുണ്ട്, പിന്നെ മുറിഞ്ഞത് കൂടാൻ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ എനിക്ക് ദൈവമേ, ഇനിയിപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ഓർത്ത് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കാൻ പറ്റത്തില്ല. കാരണം അതുങ്ങൾ രണ്ടും അവിടെ ഇരിക്കുകയാണ്. കുഴപ്പക്കാരൊന്നുമല്ല, പക്ഷെ എന്നാലിങ്ങനെ ചെറിയ വർത്താനമൊക്കെ സംസാരിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു, ഓപ്പോസിറ്റ് സൈഡിലേക്ക്. ഇനി ഒരു പ്രശ്നമുണ്ട്. എന്തെന്നറിയാം, നിങ്ങൾക്കിനി രാവിലെ വരെ ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ലെന്ന് നിങ്ങളുടെ ശരീരം അറിഞ്ഞാൽ പിന്നൊരു പ്രശ്നമുണ്ട്. എന്താ? അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾക്കിനി ഒരിക്കലും രാവിലെ വരെ ഈ സൈഡിലേക്ക് തിരിയാൻ പറ്റില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ ശരീരത്തിന് അടുത്ത 30 സെക്കൻഡ് മുതൽ ഇങ്ങോട്ട് തിരിയണം. മനസ്സിലായി? എനിക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ തോന്നുകയാണ്, ഈ കിടപ്പ് എനിക്ക് ഉറക്കം വരില്ല, ഇങ്ങോട്ട് തിരിഞ്ഞാലേ ഉറക്കം വരും. അപ്പം ഞാൻ ഒത്തിരി പാടുപെട്ടു ഇതിനെ തോൽപ്പിക്കാൻ. കാരണം അപ്പുറത്ത് അതുങ്ങൾ ഇരിക്കുകയല്ലേ, അവർ വിചാരിക്കും ഇത് കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല. എന്നാൽ എൻ്റെ ശരീരം എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? നീ കണ്ണും തുറക്കണ്ട, കണ്ണടച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നോ. ഇതിനിടയിൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, 5 മണി വരെ ഞാൻ അങ്ങനെ കിടന്ന് നേരം വെളുപ്പിച്ചു, ഉറങ്ങിയില്ല. അപ്പോൾ എനിക്ക് ഇതുങ്ങളോട് തീർത്താൽ തീരാത്ത വൈരാഗിയായി. ഞാൻ രാവിലെ നോക്കുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ 2 എണ്ണം താഴെ ഇറങ്ങി മൊബൈൽ നോക്കി ഇരിപ്പുണ്ട്. ഇന്നലെ രാത്രി നടന്നു എന്ന് ഇവർ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ പോൾസൺ ബ്രദറും ഉണ്ട്, ക്രിസ്റ്റഫറും ഉണ്ട്. ഞാൻ അവരെ പോയി വിളിച്ച്, എഴുന്നേര്, സമയമായില്ല, സമയം എഴുന്നേര്. എന്നിട്ട് അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഇരിക്കുന്ന 2 എണ്ണം ഉണ്ടല്ലോ, അവർ കേൾക്കാതെ ഞാൻ പറയുകയാണ്, എന്നെ ഇന്നലെ രാത്രി 1:30 മുതൽ ഉറക്കിയിട്ടില്ല. അതുകൊണ്ട് ഇവരെ വെറുതെ വിടരുത്. ലഘുലേഖകൾ എടുക്കുവിൻ, ബൈബിൾ എടുക്കുവിൻ, സുവിശേഷം പ്രസംഗിക്കുവിൻ. പോൾസൺ ബ്രദറൊക്കെ ചാടി എഴുതിട്ടു, വേഗം ലഘുലേഖയൊക്കെ റെഡിയായി, ബൈബിളൊക്കെ ആയി വന്ന് ഇതുങ്ങളുടെ അടുത്തിരുന്ന്. അവർ കന്നഡക്കാരാ പിള്ളേർ. അപ്പം ഇവന് കുറച്ചൊക്കെ കന്നഡ അറിയാം, ക്രിസ്റ്റഫറിന്. അതൊക്കെ വെച്ചിട്ട് സുവിശേഷം പ്രസംഗിച്ചു. നിങ്ങളൊന്നാലോചിച്ച് നോക്ക്, ഈ ചെറുപ്പക്കാരോട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ മുമ്പിൽ ഏറ്റവും വലിയ
ആശങ്ക, ഇവരിത് സ്വീകരിക്കുമോ? ഞാനൊരു കാഴ്ച കണ്ടു. 2 പേരും ഫോൺ മാറ്റിവെച്ചിട്ട് അതീവ ശ്രദ്ധയോടെ കണ്ണ് വിടർന്നിരുന്ന് ഏതാണ്ടൊരു 1.5 മണിക്കൂർ മുഴുവൻ യേശുവിനെ കുറിച്ച് ഇവർ പറയുന്നത് കേട്ടുകൊണ്ടേയിരുന്നു. എന്നിട്ട് അവർ ലീഫ്ലെറ്റ് വാങ്ങി ബൈബിൾ അവരുടെ ഭാഷയിൽ അവരുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറയാൻ പോകുന്നത് ഈ സംഭവത്തിൽ നിന്ന് ഞാനൊരു പാഠം നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. ലോകത്തെ ഏത് മനുഷ്യന്റെ ഉള്ളിലും ഒരു പ്രത്യേക രീതിയിലാണ് അവൻ്റെ ഹാർഡ്വെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹലോ, വളരെ ശ്രദ്ധിക്കണം. ഒരു പ്രത്യേക രീതിയിലാണ് ഈ മനുഷ്യൻ എന്ന ഹാർഡ്വെയർ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ ഇടുമ്പോൾ ഈ ഹാർഡ്വെയർ ആക്റ്റീവ് ആവും. എല്ലാ മനുഷ്യൻ്റെയും അകത്ത് സുവിശേഷം എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഉണർന്നെഴുന്നേറ്റ് വരാവുന്ന വിധത്തിൽ ക്രിസ്തുവിനെ ഒരു ചിപ്പിനകത്താക്കി ഇൻബിൽറ്റായിട്ട് പിതാവും പരിശുദ്ധാത്മാവും കൂടെ വച്ചിട്ടുണ്ട്. സുവിശേഷം പറയുമ്പോൾ ഏത് മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു ചലനം ഉണ്ടാകത്തക്ക വിധം എല്ലാവരുടെയും ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. ഇത് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും വിജാതീയരോട് സുവിശേഷം പറയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് നമ്മൾ പറയുമ്പോൾ തന്നെ അവൻ്റെ അകത്തെന്തോ ഒരു സംഭവം നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ ഉള്ളിൽ യുഗയുഗാന്തരങ്ങളായി മറച്ചു വെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ക്രിസ്തു നിങ്ങളിൽ ഓൾറെഡി ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും മനസ്സിലാക്കണം, നമ്മളും ക്രിസ്തുവും തമ്മിൽ വിശ്വാസത്തിന് മുമ്പ് തന്നെ കണക്റ്റഡാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും സുവിശേഷം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഇട്ടാൽ ഇത് ആക്റ്റീവ് ആവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? അപ്പോൾ ആദത്തിലൂടെ എല്ലാവരും പാപത്തിന് അധീനരായി. ക്രിസ്തുവിലൂടെ എല്ലാവരും നീതീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു ക്രിസ്തുവിന് എങ്ങനെ എനിക്ക് പകരക്കാരനായി നിൽക്കാൻ പറ്റും? ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. ക്രിസ്തുവിന്, അതായത് എൻ്റെ പാപത്തിന് ക്രിസ്തുവിന് എങ്ങനെ പരിഹാരം ചെയ്യാൻ പറ്റും? 2 ഉത്തരം ഞാൻ പറഞ്ഞു. 1, ക്രിസ്തു ദൈവമാണ്. 2, ഞാനും ക്രിസ്തുവും തമ്മിൽ ഒരു സ്പിരിച്വൽ ബന്ധം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൃഷ്ടിപരമായ ബന്ധം ഉണ്ട്, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ബന്ധം ഉണ്ട്, അല്ലെങ്കിൽ ഒരു അസ്തിത്വപരമായ ബന്ധം ഉണ്ട്. ഞാൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിലൂടെയാണ് ഞാൻ നിലനിൽപ്പിലേക്ക് വന്നത് എന്ന് പറയാനാകത്തക്ക വിധം ഞാനും ക്രിസ്തുവും തമ്മിൽ വി ഹാവ് ആൻ എക്സിസ്റ്റൻഷ്യൽ ബോണ്ട്. ബോണ്ടല്ല, ബോണ്ട്, അസ്തിത്വ ബന്ധം. പറഞ്ഞേ ഹല്ലേലൂയ. ഇതുകൊണ്ടായില്ല ക്രിസ്തുവിന് എനിക്ക് പകരക്കാരനായിട്ട് മരിക്കാൻ പറ്റും. കാരണം എന്താ? ഞാൻ ഈശോയും തമ്മിൽ ഓൾറെഡി എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആവാൻ അവന് പറ്റും. വൈ? ഞാനും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അവൻ സൃഷ്ടിയുടെ ആദ്യ കാരണം. അതുകൊണ്ട് അവന് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ എല്ലാം പ്രതിനിധിയാവാൻ പറ്റും. 2, അവൻ ദൈവമാണ്. ക്ലിയറായോ? അതുകൊണ്ടായില്ല. പക്ഷേ ഞാൻ ഇത് വിശ്വസിക്കുമ്പോൾ, ഞാൻ യേശുവിനെ വിശ്വസിക്കുമ്പോൾ, യേശു എനിക്ക് വേണ്ടി ചെയ്ത ഈ കാര്യം ഞാൻ വിശ്വസിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിനോട് നേരിട്ട് കണക്റ്റഡ് ആവുന്നു. അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ക്രിസ്തു ആക്റ്റീവ് ആവുന്നു. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഞാൻ. ഇത് കൂടുതലൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അതായത് എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ വിശദീകരിക്കാൻ പറ്റില്ല. ഇതൊരു പബ്ലിക്കിന് ക്ലോസ്ഡ് സർക്കിളൊക്കെ ആണെങ്കിൽ പിന്നെയും കുറച്ചുകൂടെയൊക്കെ പറഞ്ഞ് ചോദ്യങ്ങളും ഉത്തരവൊക്കെ കേട്ട് പറയാം. ഇപ്പോൾ ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അതായത് ആദവും ഞാനും തമ്മിലുള്ളത് ബയോളജിക്കൽ കണക്ഷൻ, ഞാനും യേശുവും തമ്മിലുള്ളത് എക്സിസ്റ്റൻഷ്യൽ കണക്ഷൻ. കൃത്യം മനസ്സിലായോ? അപ്പോൾ ആദത്തിൻ്റെ പാപം എനിക്ക് നഷ്ടം വരുത്തുമെങ്കിൽ ക്രിസ്തുവിൻ്റെ പരിഹാരം എനിക്ക് ജീവൻ കൊണ്ടുവരാൻ പറ്റും. ഇത്രയും ക്ലിയറായോ? പറഞ്ഞേ ഹല്ലേലൂയ.
ഇനിയും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകും. നിങ്ങൾ തലയും കുത്തി വീണ് മരിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് ഇപ്പം സമയം 1 മണി. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ നിന്ന് ക്ഷമയോടെ കേട്ടു. ഇതൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ കർത്താവിൻ്റെ ഒരു അഭിഷേകത്തിൽ എല്ലാം നന്നായിട്ട് സ്വീകരിച്ച് ദൈവത്തിൻ്റെ മഹത്വം